നമ്മളെ മോള് ഇന്നല്ല നാളെ രാവിലെ വരും. അപ്പോൾ നമ്മളൊരു ഫ്ലവേഴ്സൊക്കെ ഒരുക്കിയത് നല്ല നാച്ചുറൽ നമ്മളെ പ്ലാസ്റ്റിക് അല്ലാത്ത സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ചെടികളൊക്കെ ഉണ്ടോ, വലിയ ചാടി ചെടികളുമുണ്ട്. ഇതിൽ ഇത്ര പേരുള്ളതാണ്. ഇത് നമ്മൾ ഇതിൽ വെച്ച തന്നെയാണ്. പക്ഷേ നമ്മൾ ഫ്ലവർ എന്ത് ചെയ്യുന്ന വെച്ചപ്പോഴാണ് ഡെക്സ ബേബിൻ്റെ ടോയ്ലറ്റിൽ പോയപ്പം ഡെക്സ ബേബി ടോയ്ലറ്റിൽ പോയി കൈയും കാലും മുഖം എല്ലാം കഴുകി വന്നത്. ഇന്നലെ കുളിച്ച് ബാ ഡെക്സ ബാ ഹായ് പറയും അമ്മയ്ക്കുമ്മ ഉമ്മയൊക്കെ വേണ്ടോളം തന്നതാണ് കേട്ടോ, തരൂല. അപ്പോഴാണ് ഇങ്ങനെ കണിപ്പ് ഇങ്ങനെ കൊന്നമാര് പൂത്തുലഞ്ഞ് കിടക്കണം. അപ്പം നമ്മളതൊന്നും ഒരു കൊല്ല പറിച്ചിട്ടുണ്ടാകും. അതൊക്കെ നമ്മളെ വിഷയാകുമ്പത്തിന് തൊഴിഞ്ഞ് തീരും. എന്നാലും നമുക്ക് ഒറ്റയും തെറ്റിയൊക്കെ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരേ. കണിക്കൊന്ന ഡെക്സ ബേബിൻ്റെ കുപ്പായാണ്. ഇതിട്ട് കൊടുക്കണം. ഡെക്സാമ്മ ടാറ്റോട്ടെ ഇണ്ടാ ഞാൻ ഇവിടുന്ന് മുറ്റത്ത് ഇറങ്ങിയാൽ ഈ പേന്നിറങ്ങിട്ട് ഇറങ്ങിയാൽ നോക്കോണ്ടോ ഞാൻ പോവാം. എൻ്റെ ആരോനെ ഞാൻ പറ്റിക്കാണ്. ഏറ്റാ പോട്ടെ അയ്യോ രത്തൊക്കെ അവൻ ടാറ്റോട്ടെ. അവൻ്റെ തെയ്യാട്ടൊക്കെ കഴിഞ്ഞതാണ്. ഇത് കണ്ട, ഇത് മുടി ഇരുന്നിട്ട് അവൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്തതാണ്. ഇന്നലെ കുളിച്ച് ഇന്ന് കട്ട് ചെയ്ത്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. എൻ്റെ ഡെക്സിയുവാവിനെ ഞാൻ മുറ്റത്ത് കൊണ്ടുപോയി കെട്ടീന്. എൻ്റെ കുട്ടീനെ ഞാൻ മുറ്റത്താണ് ഇപ്പോൾ രാവിലെ കൊണ്ടുപോയാക്കാം. എൻ്റെ നമ്മ കുട്ടിക്ക് കസാല ഇട്ട് നിൽക്കുന്ന കൂടി ഇവിടെ വെച്ച് നിൽക്കുന്ന ഉത്സവത്തിന് കൊണ്ടുവച്ചതാ. നമ്മുടെ ചീയക്കുട്ട ഡെക്സാനെ ചെയ്യുവിന് ടോയ്ലറ്റിലേക്ക് കൊണ്ടുവരിക. ഈ പറമ്പാട്ടോ, ഈ വീട്ടിലുള്ളവരെ പറമ്പാണ്. അപ്പോൾ അവിടെയുള്ള കണിമാരാണ് കേട്ടോ, കണിക്കൊന്നയാണ്. നമുക്ക് സൂം ചെയ്ത് പിടിക്കുക അല്ലേ, അങ്ങോട്ട് പോകണ്ട. കണ്ട അവിടെ നാട്ടെ നമുക്ക് വിഷുവിനെ കണിയാക്കാനൊക്കെ കിട്ടുക. കണിപ്പൂ ഉണ്ടായിന് കേട്ടോ, ഞാൻ മുന്നിലേനി. അപ്പോൾ പൊട്ടിച്ച് കളഞ്ഞു. കണിപ്പൂ നമ്മൾ കണി കണ്ടുണരാൻ പറ്റൂല എന്നൊക്കെ ഒരു ആൾക്കാർ പറയണേ. ഗൃഹനാഥന്മാർക്ക് കേടാണ് എന്നൊക്കെ. അപ്പോൾ അത് അനുഭവത്തിലും അങ്ങനെ കണ്ടുണ്ട്. ഓരോരുത്തർക്ക് മുന്നിൽ കണിക്കൊന്ന മുന്നിൽ ഉണ്ടായപ്പോൾ അവിടെയുള്ള ഗൃഹനാഥന്മാരൊക്കെ ഇല്ലാതായ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പേടിച്ചിട്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്നോ കണിമരം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇത്രയും ഭംഗിയുള്ളൊരു മരം എവിടെയല്ലേ, ആരും ആഗ്രഹിക്കൂലേ. അത് കണ്ടത്തിലാണ്, അവരെ വീടിൻ്റെ മുന്നിലൊന്നല്ല. നല്ല സൂപ്പറായിട്ട് ഇരിക്കാണ്ട്. അല്ലെങ്കിൽ തൈ വെച്ച സ്ഥലത്ത് ഞാൻ കണിമരം വെക്കുകയും അത് പേടിച്ചിട്ടാട്ടോ. ഇവിടെ ഒരു മത്തയ്യൊക്കെ വെച്ചിട്ട് മത്തയ്യൊക്കെ എത്ര എളുപ്പം വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. മത്തയും പിള്ളത്തയ്യൊക്കെ. എൻ്റെ മോള് നാളെ വരും കേട്ടോ. നാളെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശനിയാഴ്ച അവൾ പോവുക. എൻ്റെ സീവയ്ക്ക് ഇരിക്കുക ഒരു കസാലും കുട്ടിപ്പാരയും ഞാൻ കെട്ടിക്കൊടുത്ത്. സീവ പോയി കുത്തിരിക്കുന്നുണ്ടോ അവൻ്റെ പുറം താത്ത്. ഞാൻ കുട്ടിപ്പാര കെട്ടിയ പറഞ്ഞോന്ന് പേര്. കുട്ടിപ്പാരയല്ല, ഞാൻ ഈ ഇത് എടുത്തുങ്ങാണ്ട് ബോർഡ് എടുത്തുങ്ങാണ്ടിട്ട് ഇങ്ങനെ വെച്ചാൽ വെയിൽ വരുമ്പോൾ. ഇപ്പോൾ ഉച്ചയ്ക്ക് വെയിലുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നോളും. നമ്മുടെ ഭാവി ഇരുന്നേ അമ്മ ഇപ്പം ചായര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവൾ വിളിച്ചിട്ട് പറഞ്ഞു നാളെ വരാൻ പറ്റില്ല, അമ്മയും മറ്റന്നാൾ വരാം. ചില സാങ്കേതിക കാരണങ്ങളിലേക്ക് വരാൻ പറ്റിയില്ല. പക്ഷെങ്കിലും ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെങ്കിലും നമ്മളെ മോന് ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടം. ഓന് എൻ്റെ സങ്കടം ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട, അതിൻ്റെ കഷ്ടപ്പാടാണ്. ഓന് സങ്കടം ഉണ്ടെങ്കിൽ ആ ഇന്നോടാണ് തീർക്കുക. അവന് അത് ഒരു വല്ലാത്ത പ്രശ്നമായി വരും എൻ്റെ അടുത്തേക്ക്. ഞാൻ എന്ത് ചോദിച്ചാലും ഒരു ദേഷ്യം. അപ്പം അവസാനം ഞാൻ പിണങ്ങി നീച്ച് പോയി അവൻ്റെ അടുത്തുനിന്ന്. അപ്പം ഇന്ന് രാവിലെ ചിക്കൻ പുഴുങ്ങിയതൊക്കെ കഴിച്ചതാട്ടോ. അപ്പം ഇന്ന് രാത്രി ചോറ് കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ വെള്ളപ്പത്തിന് കാട്ടി വെച്ചിരിക്കണം. വെള്ളപ്പം വേണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ വെള്ളപ്പം വേണോ ചോറ് മതി. അപ്പം നമ്മൾ ചോറും മുട്ടയൊക്കെ കഴിക്കാൻ പോവാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഗുഡ് നൈറ്റ് വീഡിയോയിലാണ് വന്നത്. അപ്പം നമ്മൾ മോൻ്റെ സങ്കടം എങ്ങനെ ചോദിച്ചാൽ മോനെന്താ ഒന്നുമില്ല, അവളോട് പോവാനായില്ലേ, ഇനി ഇച്ചിരി ദിവസമല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ കുട്ടി സങ്കടം ഓർത്തിടുക. അപ്പം ഞാൻ വിചാരിക്കാം ശരിക്കും നല്ല സ്നേഹമുണ്ട് എൻ്റെ മോളോട് അല്ലേ. അതല്ല അവരല്ലേ എപ്പോഴും സ്നേഹിച്ചിരിക്കേണ്ടത്. നമ്മളൊക്കെ പ്രായമായി വരില്ലേ, നമുക്ക് പ്രായമായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് എന്തും മനസ്സിന് 26 വയസ്സങ്ങോട്ട് കൊടുത്താൽ മതി. നമ്മളല്ല അടക്കളില്ല പിന്നെ എന്താ പറയാ ഇരുടായിട്ടും നമ്മളെ ട്യൂബ് നമുക്ക് നന്നായി വെളിച്ചം തരുന്നു ഗൈസ്.
എത്രയായില്ലേ ട്യൂബൊന്ന് ഫിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അതില്ലേ പണ്ടത്തെ ട്യൂബേനി, അപ്പൊ അതിന്റെ ഫ്രെയിം ഒന്ന് മാറ്റണ്ടി ഇനി, അതുകൊണ്ടാണ് അങ്ങനെ നീണ്ട് പോയത്. അല്ലെങ്കിൽ ഈ വേഗം ട്യൂബൊക്കെ അടിച്ചു പോയാൽ വേഗം മാറ്റും. ഇപ്പൊ ആ ചെറിയ ട്യൂബാക്കി, അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് പിന്നെ 3 മുട്ട പിഴിഞ്ഞ് ഒരു 2 മുട്ട അടക്കണം. അത് അടിച്ച് വെച്ചിട്ട് ചുടുന്ന് പൊരിച്ചിട്ട് നമ്മള് ചോറ് കഴിക്കുന്നത്. ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഉള്ളി ഇട്ടില്ല കേട്ടോ. ഉള്ളി അരിയണ്ടേ, അതാണ്. അപ്പൊ നമുക്ക് മുട്ട പൊരിച്ചാലോ? നമ്മളെ സ്റ്റാൻഡും നമ്മളൊരു കഥ തതേവയാണ്. സെറ്റ്. തേനും വായം നാവിൽ തൂവും വാനും പാടി രാഗം ശ്രീരാഗം പാടും നീ വീണ്ടും വീണ്ടും വീണ്ടും. നമ്മളിവിടെ കണ്ടോ നമ്മളെ വര, നമ്മളടക്കിൽ നമ്മളെ കല കോരിയ ഇതുകൊണ്ട് അമ്മാനായി. നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചോട്ടെ. എന്റെ ഡക്സ് എന്നോട് എന്തൊക്കെയോ വർത്താനം പറയുന്നത്, എല്ലാം വേണം. മാനത്തി സിംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടും കാലത്തും വൈകിട്ടും ആ വാഴത്തോട്ട്. പാട്ടൊന്നും ഓർമ്മയില്ല, അറിയുന്നുമില്ല. അപ്പൊ അവിടെ ഒന്ന് കട്ടാക്കണ്ടേ. നമ്മൾ മുട്ടതാ പൊരിഞ്ഞുകൊണ്ട് എത്തുന്നു. ഉറങ്ങാൻ കിടന്നാൽ ഓമനി നീ ഉടത്തു പാട്ടാകും മടിയിൽ ഞാൻ മാണിക്കത്തു. മുട്ട പുകഞ്ഞു കരിഞ്ഞു. ഈ ചട്ടിയിൽ വേഗം കരിഞ്ഞു. കരിഞ്ഞ മണം ആയില്ല, എന്നിട്ടും കരിഞ്ഞു. അതിൽ കരിഞ്ഞു വരി ഗ്യാസ് ഓഫാക്കി. പുട്ടണ്ടേ നമുക്ക് പുട്ടണ്ടേ. അപ്പൊ നമുക്കൊരു ഈ മുട്ടേന് ശേഷം വെള്ളം പറഞ്ഞിട്ട് വരെ അത് ഓഫ് ചെയ്യണം. ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്റെ കുട്ടികളൊക്കെ എന്തെല്ലാം ചെയ്ത് എവിടെല്ലാം പോയി. എന്റെ മോള് ഓരോ മാമാടെ വീട്ടിൽ ഇന്ന് ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഇന്നലെ വണ്ടർലേ പോയി. അവക്കണ്ട് പറ്റാൾക്ക് അവള് പറയാതെ പോയത്ര. ആ പറഞ്ഞു അവളെ കെട്ടിയോന്റെ വീട്ടിൽ നിന്ന് പോയതല്ലേ. അവക്കെന്താ, അവൾ എൻ്റെ അടുത്തെല്ലാം ഷെയർ ചെയ്യുന്നല്ലേ. അവളെന്ത് പറയുന്നു പോകുന്നത് ഒക്കെ ചോദ്യം. മറ്റേ ഓന് പോവാൻ ലീവൊന്നുമില്ല. അവരെ അത് നമുക്കെന്താ അമ്മേ ഞാൻ കണ്ടത്ര ആ വണ്ടറിൽ ആരും കണ്ടില്ല. ഓ കൊച്ചിയിൽ വർക്ക് ചെയ്ത ആളാവോ. അപ്പൊ പിന്നെന്താ ചോളിൻ്റെ അടുത്ത് പറയണം ഞാൻ പോവാനായിട്ട് അങ്ങനെ പോകണ്ടേന്ന്. ഞാൻ അവളടുത്തെല്ലാം പറയില്ലേ. ഞാൻ എന്നെ പറയേണ്ട മുട്ടതല്ലേ. ഞാൻ എന്തെങ്കിലും പറയാണ്ട് പോയാൽ ഓള് പറയൂല എൻ്റെ അടുത്ത്. ഞാനുണ്ട് എന്തൊക്കെ ഒരു കളി. എൻ്റെ കുട്ടിക്ക് റോള് ഇന്ന് ഇങ്ങോട്ട് എത്തിയില്ല. അതാണ് കാരണം. ഇന്ന് ഞായറാഴ്ച ഇന്ന് വരാൻ പറ്റില്ല ഓള് പറഞ്ഞിട്ട്. നാളെ രാവിലെ വരാം. ഇനിയിപ്പോൾ ഇന്ന് വന്നാൽ ഇന്നത്തെ ദിവസം കൂടി കൂട്ടും. എൻ്റെ ഭർത്താവ് ഞായറിന് എണ്ണാൻ തുടങ്ങും. അപ്പോൾ വേണ്ട, അവരെ ഫാമിലിക്ക് വന്നിട്ട് ഇന്ന് 8:30 ട്രെയിനിന് പോകണമുള്ളൂ. അപ്പം പിന്നെ രാത്രി മക്കൾ യാത്ര ചെയ്ത് ഇവിടെ എത്തണ്ട. പ്രാവശ്യം വന്നതും അവിടെ ഒരു ദിവസം നിന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മക്കൾ ഉത്സവമായിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു അവരോട്. 10 ദിവസമല്ലേ ഉള്ളൂ. എന്തോ ഇങ്ങനെ അവർ രണ്ടാളാണല്ലോ.
എന്തുണ്ടെങ്കിലും ഏട്ടനോട് ഷെയർ ചെയ്തിട്ടും ഏട്ടൻ അവളോട് ഷെയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ജയിച്ച മക്കളാണ്. അപ്പൊ ഇന്ന് എൻ്റെ കുട്ടീൻ്റെ വിഷമങ്ങളൊക്കെ ഇപ്പോൾ പീടിയെ പോയി തന്നെ അമ്മേ മുട്ട പൊട്ടി. അപ്പൊ ഇവിടെ മുട്ട പൊട്ടി ഞാനെന്താ കണ്ട് കുറച്ച് പേരുണ്ടല്ലോ. അപ്പൊ എനിക്ക് പൊരിച്ചല്ലേ എനിക്ക് പുഴുങ്ങിയതല്ലേ അമ്മ വേണ്ടത്, നമുക്ക് പുഴുങ്ങിയത് വേണമെന്നില്ല ഞാൻ ഉണ്ടാക്കാനാണ്. എനിക്ക് മുട്ട ഇങ്ങനെ ഒന്നായിട്ട് പൊട്ടിയതൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എനിക്ക് പുഴുങ്ങാൻ കഴിയുമോ, അങ്ങനത്തെ മേജിക്കൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ 3 മുട്ട പൊട്ടിയിട്ടുള്ളൂ. 3 മുട്ട പൊട്ടിയില്ല, 2 പൊട്ടിയിട്ടുള്ളൂ. അപ്പൊ 2 മുട്ട നമുക്ക് വേണ്ടി പൊട്ടിയതാ, ഒരു 3 പുഴുങ്ങി. ഇന്ന് പുണ്യാട്ടനോട് മുട്ട കൊണ്ടുവരാൻ പറയണം. പുണ്യാട്ടൻ പിന്നെ 10 മുട്ട കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ചോറ് വെച്ചാലോ. അപ്പൊ എന്റെ കുട്ടികൾക്കൊക്കെ ഇന്ന് ഞായറാഴ്ച ഗുഡ് നൈറ്റ് പറയുന്നു. ഞായറാഴ്ചയാണ് ഇന്ന്. അയ്യോ ഇനി നാളെ വർക്കിനൊക്കെ പോകണ്ടേ. സണ്ണിട്ട വിഷുക്കയില്ലേ, ഹാപ്പില്ലേ വിഷുക്ക. എൻ്റെ മോൾ പോണേൻ്റെ മുന്നേ നമ്മൾ വിഷു കടുക്കൊന്നൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കും. സാരമില്ല, കടുപ്പ് കൂടെ ഇഷ്ടം പോലെ ഉണ്ട്. നാളെ മറ്റന്നാൾ നമ്മൾ കടുപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വിഷുവൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ട് പറഞ്ഞേക്കും. വിഷുവിൻ്റെ മുമ്പ് ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിക്കണം. എങ്ങനെ ആഘോഷിക്കുന്നു, 2 പടമൊക്കെ പിടിച്ചിട്ട് അയ്യോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ നമുക്ക് ചോറ് വെച്ചാലോ. വെച്ച് അമ്മായി ചോറൊക്കെ തിന്നു പോയിട്ടാ. ഇനി നമുക്ക് അയില കറിയും, നല്ല അയിലയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് പറയാം, അയില പിന്നെ തേങ്ങക്കെട്ട് മാങ്ങക്കെട്ട് കറി വെച്ചതാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പപ്പടം ഉണ്ടാക്കി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ ചെമ്മീൻ വാങ്ങി പൊളിച്ച് അങ്ങനെ കൂന്തൽ വാങ്ങി ഒക്കെ റെഡി. കൂന്തൽ നിറച്ചത് വേണം നമുക്ക്. ഒക്കെ ഫ്രീസറിലേക്ക് അങ്ങോട്ട് കഴിച്ചു. അവളോട് ഞാൻ പറഞ്ഞടി ഞാൻ അത് സാറില്ല, നമുക്ക് ഫ്രീസറിൽ കെട്ടിപ്പോ ഫ്രീസറിൽ കെട്ടി. അപ്പം നമുക്ക് ചോറ് ബാക്കി ഉണ്ണിയായിട്ട് ചോറ് വയ്ക്കില്ല. എൻ്റെ മോന് ലേശം ചോറ് മതി. നീല നിലവേ. അപ്പം നമുക്ക് ഇത് എനിക്ക് ഇത്തിരി കൂടി ഇട്ടാൽ ഞാനില്ലേ ഉത്സവമൊക്കെ ആയിട്ട് സത്യം പറയാനോ വല്ലാതെ മെലിഞ്ഞിട്ട് ഈ ഡബിൾ ചിന്നൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒടിക്കുന്നതായിട്ട് എന്തോ പോലെ ഉണ്ടായി. അപ്പം ഞാൻ അങ്ങോട്ട് നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങി. എൻ്റെ ചേച്ചി ഞാൻ മെലിഞ്ഞത് പറയില്ല, 2ാമത്തെ ചേച്ചി എന്താ കറിക്ക് മെലിയുന്ന അത്ര മെലിയുന്ന ഇഷ്ടമല്ല എന്നുള്ളത്. പിന്നെ ഞാൻ തോനെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഉണ്ടച്ചിവക്കുറ വെച്ചിട്ട് ഓളിനോട് പറയില്ല. പക്ഷെ എനിക്കറിയുന്ന നോക്കിയറിയാം ഞാൻ മെലിഞ്ഞാൽ കോലം കെടും. അപ്പം നമുക്ക് നമ്മളെ ചോറിലേക്ക് മുട്ട അങ്ങോട്ട് തട്ടി എൻ്റെ കുഞ്ഞിൻ്റെ ചോറും 3 മുട്ട ഇത് പോയാലോ. അപ്പം നമുക്ക് മീൻ കറിക്കായിട്ട് നല്ല മീനും മീൻ്റെ തലയൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ സുന്ദരനായിട്ട് കിടക്കുന്നത്. കുഞ്ഞിത് ദേഷ്യം പിടിച്ച് കലിപ്പും കാന്താരിയായിട്ടിരിക്കുക പെങ്ങളെ കാണായിട്ട്. എന്തൊരു കഷ്ടപ്പാടാണ്. മതിയാ കുട്ടിക്ക് ജ്യൂസ് അടിച്ചില്ലല്ലോ. നമ്മളെ കടുപ്പ് തളർന്നു പോയി. കഴിച്ച് ജ്യൂസ് കിടക്കാൻ നേരത്തെ അടിക്കാം അല്ലേ. തിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് എൻ്റെ കുഞ്ഞിന് മുടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മളെ ഫ്രിഡ്ജിൽ കൂളിംഗ് കറി ഉണ്ട്. ഇത് നമ്മളെ ഉത്സവത്തിൻ്റെ പുളിയാട്ടോ. ഹലോ, അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാം. അങ്ങനെ ചോറും അയിലക്കറിയും അയിലത്തല മുട്ടപ്പൊരി. എല്ലാവരും ചോറ് വെച്ചോ? നമ്മൾ ചോറ് വയ്ക്കാതെ മോനെ എന്തെങ്കിലും ഒന്ന് പറയടാ. എത്ര വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ദേഷ്യം വന്നു പറയാം. ഒന്ന് ദേഷ്യം വന്നില്ല.
14 हुए यहाँ पे जमा। इसलिए इसकी शुरुआत म्यूचुअल फंड से थोड़े थोड़े पैसे साइकिल के से म्यूचुअल फंड्स में इन्वेस्ट सही समय पर ये काम है फिर से म्यूचुअल फंड നമ്മൾ ചോറൊക്കെ തിന്നുന്ന വീഡിയോ കുറേ ആയി പുളിങ്കാരി അയലക്കറി കൂടി കൂട്ടാണ് के अधीन है योजना से जुड़े सभी दस्तावेजों को ध्यान से पढ़ें सुबह शादी दोनों के साथ भेजी फिर चाचा जी के साथ यहाँ आई बॉयफ्रेंड को खिलाने सबके हाथों में जान അതെന്താ അതിൻ്റെ കയ്യിൽ അങ്ങനെ हाथ नहीं होते आपके हाथ आपके नहीं होते तो हाथ धोलो और अपने हाथ वापस सर्वम स्वस्थ छत्तीस किलो का खेल बचा है वो विकेट्स का जो खाता है वहां से हथकड़ी से हुए मुंबई इंडियंस से इस समय बड़े धूप धूप के गेंद रखने होंगे ഇത് സീവാവിനകത്തേക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാക്കാൻ मिचेल सैंडलर അവന് बल्लेबाजी कर सकते हैं സൂചി കഴിക്കണ്ടാവും कुछ देर और ये पार्टनरशिप कम से कम 7 में 18 ओवर तक वापस इससे पहले क्या बड़ी शॉट सोची 100% नहीं इसकी पहले अगर वो बड़ी शॉट को हमने सोचेंगे तो गलत कर बैठेंगे ये तो 18 ओवर तक बिना कोई അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ നാളെ എല്ലാം മറ്റന്നാൾ വരും എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ലവ് യു ചക്കരമ്മ പഞ്ചാരമ്മ ഒരു കണ്ട മുട്ടയും